2001 ഫെബ്രുവരി 14 ബാംഗ്ലൂർ ആശ്രമം ജ്ഞാനദളം 293. തിരിച്ചു വീണ്ടും ആകാശ തത്വത്തിലേക്ക്. ഭൂമി ഇടയ്ക്കിടെ കുലുങ്ങുകയും പ്രകൃതിയെ ദുരുപയോഗപ്പെടുത്തി കല്ലിലും കുമ്മായത്തിലും വിശ്വാസമർപ്പിക്കുന്ന മനുഷ്യനെ ഉണർത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശരിയായ സുരക്ഷിതത്വം കല്ലിലും കുമ്മായത്തിലുമല്ല, ചേതനയിലാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ സന്ദേശമായിരിക്കും പ്രകൃതിക്കും തരാനുള്ളത്. ഒന്നും തന്നെ ശാശ്വതമല്ലെന്നും അസ്ഥിരമായതിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം കണ്ടെത്താൻ കഴിയില്ലെന്നുമുള്ള സത്യമാണ് ഭൂകമ്പങ്ങളും പ്രളയങ്ങളും അഗ്നിപർവ്വതങ്ങളും വിളിച്ചോതുന്നത്. ദുരന്തങ്ങൾ നിങ്ങളിലേക്ക് ഞെട്ടലായി എത്തുകയും നിങ്ങളെ ഉണർത്തുകയും ചെയ്യുന്നു. ഇത്തരം ആപത്തുകൾ സംഭവിക്കുമ്പോൾ ആരെയെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്താൻ വേണ്ടി നമ്മൾ അവയുടെ കാരണമെന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. വിചിത്രമെന്ന് പറയട്ടെ, ആരെയെങ്കിലും കുറ്റപ്പെടുത്താൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് സുഖം തോന്നും. എന്നാൽ പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിൽ ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. അവ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തുക. ജ്ഞാനമുള്ളപ്പോൾ ഞെട്ടലുകൾ നിങ്ങളെ പുരോഗതിയിലേക്ക് കുതിക്കാൻ സഹായിക്കും. ജ്ഞാനമില്ലെങ്കിൽ ഞെട്ടൽ നിങ്ങളെ നിഷേധാത്മകതയിലേക്കും വിഷാദത്തിലേക്കുമാണ് നയിക്കുക. ചോദ്യം: എന്തിനാണ് പ്രകൃതി നിഷ്കളങ്കരായ പിഞ്ചു കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നത്? ഗുരുദേവ്: പ്രകൃതി നിഗൂഢത നിറഞ്ഞതാണ്. അത് അതിന്റെ ജോലി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിന് വൃദ്ധർ, കുഞ്ഞുങ്ങൾ എന്നിങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. മുളയുടെ മുകുളങ്ങളും മുട്ടയും തിന്നുന്നവരും പൂമുട്ടുകൾ പറിക്കുന്നവരും കാരുണ്യമില്ലാത്തവരാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരുപക്ഷെ ആയിരിക്കാം, ഒരുപക്ഷെ അല്ലായിരിക്കാം. പ്രകൃതിയെ ചോദ്യം ചെയ്യുന്നതിനു പകരം ഉണരൂ, എന്നിട്ട് സേവക്കുള്ള അവസരം കണ്ടെത്തൂ. ഇപ്പോൾ ഗുജറാത്തിൽ സംഭവിക്കുന്നത് നോക്കൂ. ഇന്ന് ആയിരങ്ങൾ സേവാ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത് സംഭവിക്കുകയില്ലായിരുന്നു. ആ നാശത്തിന്റെ ഫലമായി ഗുജറാത്തിന്റെ പുനർനിർമ്മാണം നടക്കുകയാണ്. ഭൂകമ്പം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത് സംഭവിക്കുകയില്ലായിരുന്നു. മറ്റൊരു രസകരമായ സംഭവം, തുടർച്ചയായ വരൾച്ചയ്ക്ക് വിധേയമായിരുന്ന ഒരു ഭൂപ്രദേശത്ത് ഒരു ശുദ്ധജല നീരുറവ ഉത്ഭവിച്ചിരിക്കുന്നു എന്നതാണ്. ഭൂമിയെ നിങ്ങളുടെ വാലന്റൈനായി കാണുന്നതാണ് ജ്ഞാനം. ഭൂമി കുലുങ്ങുകയോ പൊട്ടുകയോ ചെയ്താലും നിങ്ങൾക്ക് ഭൂമി പ്രിയപ്പെട്ടത് തന്നെയാണ്. അതിൽ നിന്ന് നന്മ ഉത്ഭവിക്കുന്നത് നിങ്ങൾ എപ്പോഴും കാണും. പഞ്ചഭൂതങ്ങളിൽ ആകാശമൊഴികെ മറ്റെല്ലാം തന്നെ പ്രക്ഷുബ്ധത സൃഷ്ടിക്കുന്നു. നിങ്ങളെ താങ്ങാൻ അവയെ ആശ്രയിച്ചാൽ അവ നിങ്ങളെ കുലുക്കി തിരിച്ച് ആകാശ തത്വത്തിലേക്ക് എത്തിക്കും. ഉള്ളിലെ ആകാശത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നതാണ് ആത്മീയത. ജയ് ഗുരുദേവ്.